SSC CHSL എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രിപ്പറേഷൻ കാര്യങ്ങൾ കൊണ്ടുപോകാം. 2 മാസമാണ് നമുക്ക് സമയമുള്ളത്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ വെച്ച് നമുക്ക് എങ്ങനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം, ക്രാക്ക് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും അട 24/7 മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാ പേരും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഡെയിലി ക്വിസസ്, സബ്ജക്റ്റ് വൈസ് ക്വിസസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് എസ്.എസ്.സിയുടെ മാത്രമല്ല, നമുക്ക് സെൻട്രലിൻ്റെ ഏത് പരീക്ഷ ആയിരുന്നാലും സ്റ്റേറ്റിൻ്റെ ഏത് പരീക്ഷ ആയിരുന്നാലും നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണമെന്നുള്ളതാണ് ഡെയിലി ക്വിസസ് എന്ന് പറയുന്ന ഏരിയ, അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ക്വിസസ്, അല്ലെങ്കിൽ മോക്ക് പേപ്പേഴ്സ് എന്ന് പറയുന്ന ഏരിയ. കാരണം CBT പരീക്ഷകളായതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനിൽ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്ന ആപ്പാണ് അട 24/7 ആപ്പ്. അത് കറക്റ്റായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി പോവുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ 1 മന്ത് 2 മന്ത് ബേസിസിൽ വരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ മാഗസിൻസ്, പവർ ക്യാപ്സ്യൂൾസ്, നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ അത് പഠിച്ചു പോവുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഇതുപോലുള്ള സെഷൻസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനൽ ത്രൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു ചാനൽ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഫോളോ ചെയ്ത് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് SSCയുടെ കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം 8-ാം തീയതി, അതായത് April 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ആ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലൈവ് പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് ചോദിച്ചാൽ മതി, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ April 8-ാം തീയതിയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എൻഡ് ചെയ്തത് May 7-ാം തീയതിയാണ്. ഓക്കെ, ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് May 8-ാം തീയതിയാണ്. രാത്രി 11 മണി വരെ നമുക്ക് സമയമുണ്ട്. ഇനി വിൻഡോ കറക്ഷൻ നമുക്കുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു വിൻഡോ ഓപ്പൺ ചെയ്യും. അത് 10-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെയാണ്. May 10 തൊട്ട് May 11 രാത്രി 11 മണി വരെ ആ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുള്ള മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് കാര്യങ്ങൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിങ്ക് കേട്ടോ, പുതിയ വെബ്സൈറ്റാണ്. അപ്പോൾ പുതിയ വെബ്സൈറ്റിൽ കയറി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പഴയ 1 ടൈം രജിസ്ട്രേഷൻ നമുക്കിനി പറ്റില്ല, പുതിയതിലാണ്. അപ്പോൾ പുതിയ ലിങ്കാണിത്. അപ്പോൾ ഇതിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ എക്സാം ഡേറ്റ് നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എലക്ഷൻ പ്രമാണിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എക്സാം വരുന്നത് 1st to 12th ജൂലൈ വരെയാണ്. അപ്പോൾ ജൂലൈ മാസത്തിലാണ് 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെയാണ് നമുക്ക് എക്സാം സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 2 മാസമുണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട്. അപ്പോൾ 2 മന്ത്സ് പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വരുന്ന CHSL പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേക്കൻസി അറിയാമല്ലോ, ടോട്ടൽ നമുക്ക് വേക്കൻസി വന്നിട്ടുള്ളത് 3712 വേക്കൻസിയാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 3712 വേക്കൻസി നമുക്ക് നല്ലൊരു രീതിക്കുള്ള വേക്കൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് കളയരുത്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സർവീസ് തന്നെ നിങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ 1 തൊട്ട് 12 വരെ, ജൂലൈ 1 തൊട്ട് 12 വരെയാണ് നമ്മുടെ എക്സാമിനേഷൻസ് കാര്യങ്ങൾ നടക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ അറിയാമല്ലോ, DEO, അതുപോലെ ബാക്കിയുള്ള അസിസ്റ്റൻറ്റ് പോസ്റ്റുകളൊക്കെയാണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ Tier 1 ആൻഡ് Tier 2 പരീക്ഷകളുണ്ട്. Tier 1 ആയാലും Tier 2 ആയിരുന്നാലും പണ്ട് നമുക്ക് Tier 2 ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, Tier 1 Tier 2 സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. Tier 1-ലും നമുക്ക് ഈ പറയുന്ന സെക്ഷൻസ് ഏതൊക്കെയാണോ 4 സെക്ഷൻസ് വരുന്നത് അതെല്ലാം ഉണ്ട്. അതുപോലെ Tier 2 ആയാലും ഈ 4 സെക്ഷൻസ് തന്നെയാണ്. അത് ഓരോ മൊഡ്യൂൾ വൈസാണ് Tier 2-ൽ ചോദിക്കുക. അപ്പോൾ Tier 1 ഒരു ആവറേജ് പ്രിപ്പറേഷൻ നല്ലപോലെ, അതായത് ആവറേജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഒക്കെ ക്ലിയർ ആക്കി ഒരുവിധം നല്ലപോലെ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ Tier 1 പാസിംഗ് ആയിട്ടുള്ളതാണ്. Tier 2 കുറച്ചും കൂടെ മോഡറേറ്റ് ലെവലായിട്ടുള്ള രീതിക്ക് കുറച്ചും കൂടി ആ സെയിം ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം കുറച്ചും കൂടി ഒന്ന് മോഡറേറ്റ് ലെവലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് Tier 2 ആ ഓരോ മൊഡ്യൂളും നമുക്കത് പാസ്സാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം.
ഇനി എന്ന് പറയുന്നത് നമുക്ക് എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. Tier 1 Tier 2 2 ഇതാണ് വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്, അതുപോലെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കറിയാം 4 സെക്ഷൻസ് ആണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, നെക്സ്റ്റ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നെ നമുക്ക് വരുന്നത് ജനറൽ അവയർനെസ്. അങ്ങനെ 4 സെക്ഷൻസ് ആണ് വരുന്നത്. അതിൽ ആദ്യം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എന്താണ് ആദ്യം നോക്കേണ്ടത് നോക്കാം. നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നല്ല ബൈഹേർട്ടായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. അതായത് സ്ക്വയർ റൂട്ട്സ്, ക്യൂബ് റൂട്ട്സ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. ഇത് മസ്റ്റായിട്ട് നമ്മൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്, ക്യൂബ് റൂട്ട് ഉണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അത് റെഗുലർലി പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് തന്നെ 2 സെക്ഷൻസ് വരും, അരിത്തമെറ്റിക് സെക്ഷനും അഡ്വാൻസ് സെക്ഷനും. ഇതിൽ അരിത്തമെറ്റിക്കിൽ വരുന്നത് മോസ്റ്റ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിരുന്നാലും അരിത്തമെറ്റിക് ആയിരുന്നാലും നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ചാപ്റ്ററുകളാണൊന്ന് പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ്. ഇത് 3ഉം മാത്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകളാണ്. അപ്പോൾ ഇത് 3ഉം ഇല്ലാത്ത ഒരു സെക്ഷൻ നമുക്ക് അങ്ങോട്ടില്ല. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കട്ടെ, SI CI എടുക്കട്ടെ, ഈ പറയുന്ന 3 ടൂൾസും വെച്ചിട്ടാണ് നമ്മളതെല്ലാം ചെയ്യുന്നത്. ഇനി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എടുക്കട്ടെ, അത് നമുക്ക് ഈ പറയുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ് മസ്റ്റായിട്ടും ക്ലിയർ ആയിട്ടും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരുവിധം നമുക്ക് സെറ്റാവും. പിന്നെ നമുക്ക് അരിത്തമെറ്റിക് സെഷൻസ് പഠിക്കാം. അരിത്തമെറ്റിക്കിനകത്ത് വരുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ബോർഡ്സ് ആൻഡ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിൻസ്, പിന്നെ വരുമ്പോഴത്തേക്കും SI CI അങ്ങനെ വരുന്ന ചാപ്റ്ററുകളാണ് അരിത്തമെറ്റിക്കിനകത്ത്. പിന്നെ വരുന്ന അഡ്വാൻസ്ഡിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ട്രിഗണോമെട്രി, ജോമെട്രി, ആൾജിബ്ര അങ്ങനെ വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സാണ് അഡ്വാൻസ്ഡ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ബേസിക്സ് പഠിച്ച് ആ ബേസിക്സ് ലെവലുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുക. അത് കഴിഞ്ഞ് PYQസും മോക്ക് പേപ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ നോക്കുക. ഒരു എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് PYQs നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു എക്സാം എങ്ങനെ ചോദിക്കുന്നു, ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ഒരു PYQ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ PYQ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയേക്കുക. കൂടെ മോക്ക് പേപ്പേഴ്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഡേ വൈസ് നിങ്ങൾക്ക് ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു ഡെയിലി ക്വിസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മോക്ക് പേപ്പേഴ്സും PYQസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ്, ഇത് 2 മന്ത്സിന് ശേഷമല്ല, ഒരു 1 മന്ത് ബേസിക്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു 1 മന്ത് നിങ്ങൾ മോക്ക് പേപ്പേഴ്സും ഡെയിലി ക്വിസസ് കാര്യങ്ങളൊക്കെ PYQs ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് നിങ്ങൾ ചെയ്ത് പോവേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് എത്രയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് പസിൽസ് ആൻഡ് സീറ്റിംഗ്. അത് ആദ്യമേ അങ്ങ് ചെയ്ത് പഠിക്കാം. പസിൽസ് ആൻഡ് സീറ്റിംഗ് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരിക. പക്ഷേ അത് നമുക്ക് എങ്ങനെ ചെയ്യണം, അത് ഏത് രീതിക്ക് എടുക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ CBT പരീക്ഷ ആയതുകൊണ്ടും നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് പസിൽസ് ആൻഡ് സീറ്റിംഗ് ആദ്യമേ പഠിക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ 2 മന്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംപ്ഷൻസ്, പിന്നെ കോഴ്സ് ഓഫ് ആക്ഷൻ അങ്ങനെ വരുന്ന സംഭവങ്ങളാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് വരുന്നത്. അത് നമുക്ക് 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് Tier 2 വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യമേ പഠിച്ചു പോവേണ്ട കാര്യമാണ്. പിന്നെ ഇത് ഇത്രയും നമ്മുടെ PYQs കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. PYQs അതായത് അനലോഗി, വെൻ ഡയഗ്രാം, ക്ലാസിഫിക്കേഷൻ, നമ്പർ സീരീസ്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ റീസണിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, അതായത് ഇത് ഇത്രയും നമുക്ക് സ്കോറിംഗ് ടോപ്പിക്കുകളാണ്. അനലോഗി ആയിരുന്നാലും വെൻ ഡയഗ്രാം ആയിരുന്നാലും ക്ലാസിഫിക്കേഷൻ ആയിരുന്നാലും നമ്പർ സീരീസ് ഒക്കെ സ്കോറിംഗ് ടോപ്പിക്കാണ്. അത് PYQs ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കുക. എത്ര വർഷത്തെ PYQs എടുക്കാൻ പറ്റുമോ, എത്ര ഷിഫ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുമോ അത്രയും ഷിഫ്റ്റുകൾ നിങ്ങൾ ചെയ്തു തന്നെ പോവുക. ഇതെല്ലാം റെഗുലർ ബേസിസിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡെയിലി നിങ്ങളിത് ചെയ്തു പോവുക. കാരണം സ്കോറിംഗ് ടൈപ്പ് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് വരുത്താനോ അല്ലാതെ ചെയ്യാതിരിക്കാനുള്ളൊരു ഇടവരുത്തരുത്. അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുക. ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഫിഗർ ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നോൺ വെർബൽ
വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഫിഗർ ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസും PYQസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫിഗർ ബേസ്ഡ് വരുന്നതും PYQസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQs ചെയ്ത് അതിൽ നിന്ന് പഠിക്കുകയാണ് ഫിഗർ ബേസ്ഡ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് വരിക. ഇത് മാത്രമല്ല, ഇതിൻ്റെ വെർബൽ ഉണ്ട്. അതിൽ കോൺസെപ്റ്റിൽ വരുന്നതാണ് ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, സിലോജിസം, റാങ്കിങ്, കോഡിങ്. അപ്പോൾ ഇങ്ങനെ വരുന്നതെല്ലാം എന്താണ്? നമുക്ക് വെർബൽ റീസണിങ് ആണ്. ഇത് കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ 1 മന്ത്, അതായത് മെയ് മാസം നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെയ് മാസം നിങ്ങൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഈ പറയുന്ന ചാപ്റ്ററുകൾ. ഓക്കെ, ആൽഫ ന്യൂമറിക്സ്, ഇതൊക്കെ നമുക്ക് കോൺസെപ്റ്റുകൾ കറക്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. റീസണിങ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള രീതിക്ക് തന്നെ ചെയ്യണം. സ്കോറിംഗ് സെഷനാണ് ഈ പറയുന്ന റീസണിങ്ങിൽ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് വരുത്താനോ ഒന്നും ചെയ്യാതിരിക്കാനോ ശ്രമിക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുക. സ്കോറിംഗ് ആയിട്ടുള്ളത് നല്ല പോലെ സ്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, 50 മാർക്കും ഇവിടെ നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. പോട്ടെ, ഒരു 45+ എങ്കിലും നമ്മൾ സ്കോർ ചെയ്യുക, നെഗറ്റീവ്സ് ഇല്ലാണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ അവെയർനെസ്. അവെയർനെസ്സിനകത്ത് വരുമ്പോൾ GK, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GK, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK. കറണ്ട് അഫയേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ നമുക്ക് ഡേ വൈസ് കിട്ടും. അത് ഡേ ടു ഡേ തന്നെ നിങ്ങൾ വായിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് തന്നെ പോകാൻ നോക്കുക. നാഷണൽ വൈസ്, പിന്നെ ഇൻ്റർനാഷണൽ വൈസ്, സ്പോർട്സ്, അങ്ങനെ വരുന്ന ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട്. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുക. ഓക്കെ, ന്യൂസ് ചാനൽസ് കാണുക, പിന്നെ ന്യൂസ് പേപ്പേഴ്സ് നോക്കുക. ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു പോവുക. ന്യൂസ് ചാനൽസ് കാണുക. ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന GK ആയാലും സ്റ്റാറ്റിക് GK ആയിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GKക്കകത്ത് വരുമ്പോൾ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, അങ്ങനെ വരുന്ന ഒരു കൂട്ടം സബ്ജക്റ്റുകളുണ്ട്. അതെല്ലാം നിങ്ങൾ ബേസിക്സ് നന്നായിട്ട് പഠിക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ PYQs നോക്കുക. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് അനലൈസ് ചെയ്ത് ആ ഏരിയ വൈസ് പഠിക്കുക. ബാക്കിയുള്ളത് പഠിക്കണമെന്നല്ല, എന്നാലും നമ്മൾ ആ ഏരിയക്ക് കുറച്ചും കൂടെ നല്ല ഡീപ്പായിട്ട് പഠിക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുക. അപ്പോൾ PYQs വളരെ ഇമ്പോർട്ടൻ്റ് ആണ് GKയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റിക് GK അറിയാലോ. സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന ലാർജസ്റ്റ് തെർമൽ പവർ സ്റ്റേഷൻ ഏതാണ്, പവർ പ്ലാന്റ് ഏതാണ്, അങ്ങനെ വരുന്നതാണ് ഈ സ്റ്റാറ്റിക് GKക്കകത്ത്. ഒരിക്കലും മാറ്റം സംഭവിക്കാതെ വരുന്നതാണ് സ്റ്റാറ്റിക് GK. അതും ഈ പറയുന്നത് പോലെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് പഠിച്ചു പോവുക. GKയുടെ ഒപ്പം തന്നെ അത് നമ്മൾ അതും ഫോളോ ചെയ്ത് പോവുക. ഇതെല്ലാം PYQs ബേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് വരുന്ന ആർട്ടിക്കിൾസ്, നോട്ട്സ്, കാര്യങ്ങളൊക്കെ നോക്കി അത് പഠിച്ചു പോവുക. അപ്പോൾ ഇതും നമുക്ക് 50 മാർക്സിനാണ് ഫസ്റ്റ് Tier 1 വരുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ നോക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നമുക്ക് നെഗറ്റീവ്സ് വരുത്തരുത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ GKയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ആൻസേഴ്സ് ക്ലിക്കാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആൻസർ നോക്കി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളവിടെ വേറൊരു ഗസ് വർക്ക് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. ഇനി അറിയില്ല, ഒന്നുകൂടെ എനിക്കൊന്ന് നോക്കണം എന്നുണ്ട്, പക്ഷെ ടൈം നിങ്ങൾക്ക് ബാക്കിയുള്ളത് പോകും എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ താഴെ മാർക്ക് ഫോർ റിവ്യൂ ഉണ്ട്. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ട് അത് നോക്കി അറിയാമെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ അത് അവിടെ വിട്ടേക്കുക. നെഗറ്റീവ്സ് വരുത്താൻ വേണ്ടിയിട്ട് നോക്കരുത്. ഇതാണ് ജനറൽ അവെയർനെസ് വരുമ്പോൾ. ഇനി ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, സിനോണിംസ് ആൻഡ് ആന്റണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാതെ ഒരു ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ RC ഇല്ലാത്ത ഇംഗ്ലീഷ് ഇല്ല എന്നാ. RCക്ക് എന്ത് ചെയ്യുക? ന്യൂസ് പേപ്പർ കണ്ടിന്യൂസ്ലി വായിച്ചാൽ RC വളരെ ഈസി ആയിരിക്കും. RC എപ്പോഴും 7 to 10 മാർക്സ് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 to 3 മാർക്സ്, അല്ലെങ്കിൽ ഒരു 4 to 5 മാർക്സ് ചിലപ്പോൾ ചോദിക്കാം. ഈ RC പ്രകാരം തന്നെയാണ് ബാക്കി എല്ലാം വരുന്നത്. ക്ലോസ്റ്റേഴ്സ് ആയിരുന്നാലും സിനോണിംസ് ആയിരുന്നാലും ഇഡിയംസ് ആയിരുന്നാലും ഒക്കെ RC പ്രകാരം വരുന്ന കാര്യങ്ങളാണ്. സിനോണിംസ് ആൻഡ് അനോണിംസ് ഒക്കെ നമ്മൾ മീനിങ്സ് ആൻഡ് ഓപ്പോസിറ്റ് ഒക്കെയാണ്. ഇതെല്ലാം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്.
ക്ലോസ് ടെസ്റ്റും അതുപോലെ തന്നെ ഗ്രാമർ വൈസ് നല്ലപോലെ അറിഞ്ഞിരിക്കുക, പഠിക്കുക, ഗ്രാമേഴ്സൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. അതിൽ വരുന്ന ഗ്രാമറിനകത്ത് വരുന്നതാണ് പിന്നെ ഒരെണ്ണം എറർ സ്പോട്ടിങ്. അതൊക്കെ ഗ്രാമർ നന്നായിട്ട് പഠിക്കുക. അതുപോലെ റീഅറേഞ്ച്മെൻറ്റ് അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി. റീഅറേഞ്ച്മെൻറ്റ് CHSL ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു കഥ പോലെയോ അല്ലെങ്കിൽ വായിച്ച് തന്നെ മനസ്സിലാവുന്ന രീതിക്ക് തന്നെ ആയിരിക്കും റീഅറേഞ്ച്മെൻറ്റ്. അത് കറക്റ്റായിട്ട് തന്നെ റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ഒരു പാരഗ്രാഫ് മീനിങ് ഫുൾ ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ. ഇപ്പോൾ റീഅറേഞ്ച്മെൻറ്റ്, എറർ സ്പോട്ടിങ്, RC, ക്ലോസ് ടെസ്റ്റ്, സിനോണിംസ് ആൻഡ് ആനോണിംസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നല്ലപോലെ നോക്കുക. ന്യൂസ് പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എഡിറ്റോറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡിറ്റോറിയൽസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സിനോണിംസ് ആനോണിംസ് ഒക്കെ വെറുതെ നമുക്ക് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ച് ഡേ വൈസ് നിങ്ങളത് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. പിന്നെ വരുന്നതാണ് ലാസ്റ്റ്, ഇതെല്ലാം കിട്ടി, Tier 2 കിട്ടിയതിന് ശേഷം സ്കിൽ ടെസ്റ്റ് വേറെ ഒന്നുമല്ല, ഒരു പാരഗ്രാഫ് അവർ തരും, എന്നിട്ട് അത് നല്ലപോലെ നമ്മൾ വായിക്കാൻ പറയും. ഓക്കെ, വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ടൈപ്പ് ചെയ്യണം. 10 മിനിറ്റ് തരത്തുള്ളൂ ടൈപ്പ് ചെയ്യാൻ. ടൈപ്പ് ചെയ്ത് എങ്ങനെയാണ്, നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പ് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും, ഹിന്ദി ടൈപ്പിംഗ് ഉള്ളവർക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് 35 വേർഡ്സ് പെർ മിനിറ്റിൽ വേണം നമ്മൾ സ്പീഡ് കറക്റ്റ് ആക്കി എടുക്കാൻ. പിന്നെ വരുമ്പോഴത്തേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8000 കീ ഡിപ്രഷൻസ് പെർ അവർ ഓൺ കമ്പ്യൂട്ടർ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ കൺട്രോളർ ആൻഡ് CAGയുടെ ഇതിലൊക്കെ DO വിളിക്കുകയാണെങ്കിൽ അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 15,000 കീ ഡിപ്രഷൻ പെർ അവർ ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലർക്ക് അസിസ്റ്റൻ്റ് ഒക്കെ വരുമ്പോൾ ടൈപ്പിംഗ് സ്പീഡ് 1500 കീ ഡിപ്രഷൻസ് ആണ് വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കീബോർഡ് വെച്ച് ചെയ്ത് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യരുത്. ഒരു പാരഗ്രാഫ് തരുമ്പോൾ അത് 10 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് നമ്മുടെ സ്പീഡ് അനുസരിച്ചിട്ട് നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ നമുക്കൊരു ലാപ്ടോപ്പും ഒരു കീബോർഡ് മാത്രം മതി. പോസ്റ്റ് ആൻഡ് ലാംഗ്വേജ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ മതി. നമ്മുടെ PC-ൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ സ്കിൽ ടെസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചിലപ്പോൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ചോദിക്കാം. പവർ പോയിൻ്റ് സ്ലൈഡ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ MS Excelൻ്റെ എന്തെങ്കിലും ഷീറ്റുകൾ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന CHSL-നകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിപ്പോൾ ഒരു ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഗൂഗിളിൽ ADA24/7 മലയാളം കൊടുക്കുക. അതിൽ നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ ഏത് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ലിങ്ക് കൊടുത്തു. ഫസ്റ്റ് ലിങ്ക് കൊടുക്കുമ്പോഴേക്കും താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ ഇവിടെ വ്യൂ ഓൾ കൊടുക്കുക, കോഴ്സസിൽ വ്യൂ ഓൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ SSC CHSL ബാച്ച് April 29 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 250 അവേഴ്സിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട്. കണ്ടോ, എല്ലാത്തിൻ്റെയും ലൈവ് ക്ലാസ് കാര്യങ്ങൾ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇനി 894 ടെസ്റ്റ് സീരീസുകളുണ്ട്. കണ്ടോ, മോക്ക് ടെസ്റ്റുകളാണ്. പിന്നെ ബുക്കുകളുണ്ട്. കണ്ടോ, ഇത്രയും ബുക്സ് കാര്യങ്ങളും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ് വിത്ത് റെക്കോർഡ് ക്ലാസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, 12 മന്ത് വാലിഡിറ്റി ഉള്ളൊരു കോഴ്സാണ്. ഇതിൻ്റെ റിയൽ പ്രൈസ് വന്നിട്ട് 2799 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ Y340 കൊടുക്കുകയാണെങ്കിൽ 2323 ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 475 രൂപയുടെ റിഡക്ഷനോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ CHSL-ൻ്റെ ബാച്ചാണ്, ഓർക്കുക, CHSL-ൻ്റെ ബാച്ചാണ്. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വരുമ്പോൾ നമുക്ക് ബുക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസുകളും ബുക്കുകളും വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസിനകത്ത് നമുക്ക് ഈ പറയുന്ന CHSL-ൻ്റെ ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. CGL-ൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, SSC-യുടെ. പിന്നെ വരുമ്പോഴത്തേക്കും
SSC GDയുടെ ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് CHSLൻ്റെ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ എന്തായാലും മെസ്സിയുടെ 2 ടെസ്റ്റ് സീരീസുകളുണ്ട്. അതല്ലാതെ നമുക്ക് SSCയുടെ CHSL ടെസ്റ്റ് സീരീസുകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ബുക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യണം, നിങ്ങൾക്ക് ഓൺലൈൻ വഴി വായിച്ചാൽ മതി. അങ്ങനെ ബുക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ലൈബ്രറി SSC എക്സാംസിൻ്റെ ബുക്കുകൾ കാര്യങ്ങളും അവൈലബിൾ. അതിൽ 93 ബുക്കുകൾ നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. ബുക്സിലും പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്, മെയിൻസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് $381 രൂപയാണ്. റിയൽ പ്രൈസ് 449 രൂപയാണ്. അതിൽ $340 കൊടുക്കണം. $340 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് 372 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ $340 കൊടുക്കുക. ടെസ്റ്റ് സീരീസുകൾ, ബുക്സുകൾ, ബുക്കുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ $340 കൊടുക്കണം. ലാസ്റ്റ് S കൊടുക്കുക. ഇനി ബുക്കുകളും അവൈലബിൾ ആണ്. കണ്ടോ, CHSLൻ്റെ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്, കിറ്റ്. അതിൽ ടോട്ടൽ 6 ബുക്കുകളാണുള്ളത്. പ്രിന്റഡ് എഡിഷൻ ആണ്. 6 ബുക്കുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അത് നമുക്ക് 6 ബുക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊക്കെയാണോ പഠിക്കാനുള്ള 6 ബുക്കുകൾ ആ സെയിം ഇത് തന്നെയാണ്. നോക്കിക്കേ, എയ്സ് റീസണിങ്ങിൻ്റെ ബുക്കാണ്. പിന്നെ അരിത്തമെറ്റിക് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അവയർനെസ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ടുള്ള ബുക്കാണ് നമുക്ക് ഇതിനകത്ത് വരിക. Tier 1 ആൻഡ് Tier 2 ചേർത്തിട്ടുള്ള ബുക്കാണ്. 2099 രൂപയാണ് ഇതിൽ വരിക. അപ്പോൾ നിങ്ങൾ $340 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1742 രൂപയ്ക്ക് ഈ 6 ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഇത് ഡിജിറ്റൽ ലൈബ്രറി വരുന്ന SSCയുടെ കംപ്ലീറ്റ് ബുക്ക് കിറ്റാണ് ഈ വരുന്നത്. ഇതല്ലാതെ തന്നെ നമുക്ക് SSC GDയുടെ കംപ്ലീറ്റ് ബുക്സ് കിറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് വരുമ്പോൾ 4 ബുക്കുകളാണ് വരുന്നത്. 4 ബുക്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. ഇത് നമുക്ക് 4 ബുക്കുകളാണ്. ഈ കാണിച്ചിരിക്കുന്ന 4 ബുക്കുകളാണ്. ഇതിൽ ഏകദേശം 699 രൂപയാണ് ഈ ഒരു ബുക്ക് പ്രൈസ്. ഇതിൽ $340 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 580 രൂപയ്ക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് SSC ബുക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്ത് എല്ലാത്തിൻ്റെ ബുക്സിന് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. കണ്ടോ, SSC റീസണിങ്ങിൻ്റെ ബുക്ക് നമുക്ക് സെപ്പറേറ്റ്ലി അവൈലബിൾ ആണ്. അങ്ങനെ SSC CGLൻ്റെ Tier 1 Tier 2 ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ബുക്കുണ്ട്. SSC അരിത്തമെറ്റിക്, ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ബുക്കുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓരോന്നായിട്ട് ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു കംപ്ലീറ്റ് കിറ്റ് വേണ്ട, നിങ്ങൾക്ക് അരിത്തമെറ്റിക് മാത്രമാണ് അല്ലെങ്കിൽ റീസണിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് ബുക്കുകൾ. എല്ലാം ലേറ്റസ്റ്റ് പാറ്റേണിൽ വരുന്ന ബുക്കുകൾ തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ സെപ്പറേറ്റ് ബുക്കുണ്ട്. അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ $340 യൂസ് ചെയ്യുക. ബുക്സ്, ടെസ്റ്റ് സീരീസ്, ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ $340 കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CHSLന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളും ഈ 2 months നിങ്ങൾ ചെയ്യാനുള്ളത്. ന്യൂസ് പേപ്പർ, എഡിറ്റോറിയൽസ്, ബേസിക് പ്രിപ്പറേഷൻസ്, മോക്സ്, PYQs ഇത്രയും ക്ലിയർ ആക്കുക. SSC അടുത്ത് വരുന്ന പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് പ്രാക്ടീസ്, ഒരു റെഗുലർ ബേസിസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. റെഗുലർലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്, നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ കാര്യമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.